ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ ശൃംഖലയായ ജിടെക് സിൽവർ ജൂബിലി വർഷത്തിലേക്ക് കടക്കുകയാണ്. 25ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 24 വർഷങ്ങളായിട്ട് ഏകദേശം 29 ലക്ഷം വിദ്യാർത്ഥികൾക്ക് IT പഠിപ്പിക്കാൻ ജിടെക്കിന് സാധിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഈ 24 വർഷത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ജിടെക് വുമൺ പവർ. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ 2 വർഷമായിട്ട് ആദ്യത്തെ വർഷം 1000 വനിതകൾക്കും രണ്ടാമത്തെ വർഷം അതായത് കഴിഞ്ഞ വർഷം 1001 വനിതകൾക്കും സൗജന്യമായിട്ട് അവരെ പഠിപ്പിച്ച് നമ്മൾ അവർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. ഹായ്, ഞാൻ പ്രസീത. പാലക്കാട് എലപ്പുള്ളി ചുട്ടിപ്പാറയിൽ നിന്നാണ് ഞാൻ വരുന്നത്. വീട്ടിൽ അച്ഛൻ, അമ്മ, ഏട്ടനാണ് ഉള്ളത്. ഡിഗ്രി ഞാനിപ്പം ചിന്മയിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു പാലക്കാട് ജിടെക്കിന് ഒരു കോള് വരുന്നത്. 1001 വനിതകൾക്ക് വുമൺ പവർ എന്ന പ്രോഗ്രാമിലൂടെ ഒരു കോഴ്സ് ചെയ്യാൻ അവസരം ഉണ്ടെന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടായിരുന്നു കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജിടെക്കിലേക്ക് പോകുന്നത്. ജിടെക്കിൽ പോയി അതിന് അപ്ലൈ ചെയ്തു. ഞാൻ സെലക്ട് ആയി. ഞാൻ ഗ്രാഫിക് ഡിസൈൻ എന്ന കോഴ്സാണ് എടുത്ത് പഠിച്ചത്. ജിടെക്കിൽ തന്നൊരു നല്ല അവസരം തന്നെയായിരുന്നു വുമൻസ് പവറിൻ്റെ ഫ്രീ കോഴ്സ് ചെയ്യാമെന്നുള്ളത്. അതിലൂടെ തന്നെ നല്ലൊരു ജോലിയും തന്നെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലി തന്നെയാണ് എൻ്റെതും. അപ്പോൾ സ്വന്തമായി ഏൺ ചെയ്യുക, ഇൻഡിപെൻഡൻ്റ് ആവുക എന്നൊരു ആഗ്രഹം തന്നെയാണ് ഏതൊരു സ്ത്രീക്കും ഉള്ളത്. അതിന് അവസരം ഒരുക്കി തന്നത് പാലക്കാട് ജിടെക് തന്നെയാണ്. താങ്ക് യു ജിടെക്. എൻ്റെ പേര് സരിത. ഞാൻ തൊടുപുഴ കാരിക്കോടാണ് താമസിക്കുന്നത്. എനിക്ക് ഭർത്താവും 2 കുട്ടികളുമുണ്ട്. എൻ്റെ ഭർത്താവിന് കൺസ്ട്രക്ഷൻ വർക്കാണ്. ഞാൻ +2 വരെ പഠിച്ചിട്ടുണ്ട്. വിവാഹശേഷം 13 വർഷത്തോളം ഞാൻ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. ആ സമയത്താണ് സ്വന്തമായിട്ടൊരു ജോലി വേണമെന്നൊരു ആഗ്രഹം തോന്നിയത്. അപ്പോൾ ജിടെക്കിൻ്റെ വുമൺ പവർ പദ്ധതിയെക്കുറിച്ച് അറിയുകയും തൊടുപുഴ ജിടെക്കിൽ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ഡിപ്ലോമ ഇൻ ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സ് തിരഞ്ഞെടുക്കാനും 4 മാസം കൊണ്ടത് വിജയകരമായി പൂർത്തിയാക്കുവാനും കഴിഞ്ഞു. അവർ എനിക്ക് തൊടുപുഴ CSC സെൻ്ററിൽ ജോലി വാങ്ങിത്തരികയും ചെയ്തു. വീട്ടിലൊതുങ്ങിക്കൂടി ഇരിക്കാതെ ചെറുതാണെങ്കിലും ഒരു വരുമാനം കണ്ടെത്താൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എൻ്റെ പേര് ഷബാന ബീഗം. വാർഡിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ജിടെക്കിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ അക്കൗണ്ടൻ്റായിട്ട് കയറി. എൻ്റെ ലൈഫിന് ഒരു ടേണിംഗ് പോയിൻ്റായി നിൽക്കുന്നു. എൻ്റെ പേര് റുക്സാന. എൻ്റെ വീട് വരുന്നത് മലപ്പുറം പടപ്പറമ്പായിട്ടാണ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതാണ്. ഹിസ്റ്ററിയിലായിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. എനിക്ക് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ MA ഹിസ്റ്ററി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസരമുണ്ട്, ഇൻ്റർവ്യൂവിന് പോയി നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പോയി ജോയിൻ ചെയ്തതാണ്. അങ്ങനെയാണ് ഇതിക്ക് സെലക്ഷൻ കിട്ടിയത്. 100% പ്ലേസ്മെൻ്റ് ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് കോഴ്സ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് 1 മന്തിനുള്ളിൽ തന്നെ ഒരു ഗ്രാഫിക് ഡിസൈനറായിട്ട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ജോബ് ലഭിച്ചു. അത് ഇവിടെ പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവർ ജോബ് ആക്കി തരും. നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു ജോബ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവർ മറ്റൊരു ജോബ് നമുക്ക് കണ്ടെത്തി തരും. അപ്പോൾ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ തന്നെ ജിടെക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്വന്തമായിട്ടൊരു വരുമാനം നേടുമ്പോൾ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്തായാലും നമുക്ക് കിട്ടും. അതുവരെ നമുക്ക് ഒരു പക്ഷേ നമ്മൾ ബ്രദേഴ്സിനോ അല്ലെങ്കിൽ നമ്മളെ പാരൻസിനെ എപ്പോഴും ആശ്രയിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് വരിക. പക്ഷെ അതിൽ നിന്നും മാറിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റായിട്ടാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വനിതകളുണ്ട്, നല്ല ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർക്ക് പഠിക്കാൻ ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഇൻ്റർനാഷണൽ വുമൻസ് ഡേക്ക് നമ്മൾ കഴിഞ്ഞ 2 വർഷവും ഈ ഒരു വുമൺ പവർ എന്നുള്ള പ്രൊജക്റ്റ് നമ്മൾ നടത്തിയിട്ടുള്ളത്. വളരെ സന്തോഷം. ഇതിനോട് സഹകരിച്ചിട്ടുള്ള നമ്മളെ എല്ലാ ജിടെക്കിൻ്റെ സെൻറ്റർ ഡയറക്ടേഴ്സ്, അവരുടെ ട്രെയിനേഴ്സ്, അവർക്കൊക്കെ തന്നെ എല്ലാവിധ നന്ദിയും കടപ്പാടും ഒക്കെ തന്നെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വർഷം 2025 നമ്മൾ 1002 വനിതകൾക്കാണ് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷനും അതേപോലെ ജോലിയും. ജോലിയാണ് ഏറ്റവും നിർബന്ധമുള്ളത്. കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു തൊഴിൽ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു പ്രൊജക്റ്റാണ് നമ്മൾ ഈ 2025 തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ തന്നെ നമ്മൾ ഏകദേശം 20,000-ഓളം അപ്ലിക്കേഷൻസ് വന്ന് അതിൽ നമ്മൾ സ്ക്രൂട്ടിനി ചെയ്തിട്ടാണ് ഈ 1001 വനിതകളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് വളരെ സന്തോഷമുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ വയനാട്ടിലെ മുണ്ടക്കൈ പോലുള്ള സ്ഥലത്തൊക്കെ തന്നെ പ്രയാസപ്പെടുന്ന
കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ നമ്മളെ ആൾക്കാരെ പോലെ തന്നെ നമ്മൾ ദത്തെടുത്ത് അവർക്ക് നല്ല ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് അവർക്ക് നല്ലൊരു ജോലി കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കാൻ ജിടെക്കിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ചൈത്ര. എൻ്റെ വീട് ചൂരൽമല മുണ്ടക്കൈ ആയിരുന്നു. ഇപ്പോൾ കൽപ്പറ്റയാണ് താമസിക്കുന്നത്. വീട്ടിലെ ഹസ്ബൻഡിൻ്റെ അമ്മയും 2 മക്കളും ഉണ്ട്. ഹസ്ബൻഡ് ടൈൽസിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. മക്കൾ പഠിക്കുന്നുണ്ട് 4ലും 2ലും. പിന്നെ ഞാൻ അന്ന് മുണ്ടക്കൈയിലായിരുന്ന സമയത്ത് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തിരുന്നു. ആ സമയത്താണ് ഞങ്ങളുടെ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റുമായ ബാബുവേട്ടൻ ഒരു മെസ്സേജ് വിമൻ പവറിൻ്റെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ്റെ മെസ്സേജ് ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്തത്. അത് കണ്ടിട്ട് ഞാൻ മേപ്പാടി ജിടെക്കിൽ അപ്ലൈ ചെയ്തു. അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. കുറേ പേര്, ഞങ്ങളുടെ അവിടുത്തെ കുറേ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 4 പേർക്കാണ് സെലക്ഷൻ കിട്ടിയത്. അതിലൊരാളാണ് ഞാൻ. റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ 1.5 മണിക്കൂർ ഞാൻ ക്ലാസ്സിന് പോവുമായിരുന്നു. അങ്ങനെ കുറച്ച് വർക്കിൻ്റെ ഇടയിലൊക്കെ പഠിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നേരത്ത്, അതായത് എക്സാം കൺഫേം ചെയ്തു, ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത സമയത്താണ് ഈ വയനാട് ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയമായതുകൊണ്ട് എന്താ പറയുക, ഞങ്ങളുടെ വീടും എല്ലാം പോയി. ഞാനും മക്കളും നാത്തിൻ്റെ വീട്ടിലേക്ക് മാറിയത് കൊണ്ട് ജീവനോട് രക്ഷപ്പെട്ടു. തലേ ദിവസം കൂടി ഞാൻ ക്ലാസ്സിന് വന്നിരുന്നു, കമ്പ്യൂട്ടർ ക്ലാസ്സിന് വരുമ്പോൾ എൻ്റെ ബാഗിൽ എൻ്റെ എല്ലാ ID പ്രൂഫ്സും ഉണ്ടായതുകൊണ്ട് പിന്നീട് അതിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. ഈ ഉരുൾപൊട്ടിയതിന് ശേഷം ഞാൻ 1 മാസത്തോളം ക്യാമ്പിലായിരുന്നു. ആ സമയത്ത് എൻ്റെ ക്ലാസ്സൊക്കെ പോയി. ഞാനിപ്പോൾ സാറിനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു, ക്ലാസ് ഇങ്ങനെ ബുദ്ധിമുട്ടാവും, എക്സാമും കൂടി ഫിക്സ് ചെയ്തതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. കുഴപ്പമില്ല, ടെൻഷൻ അടിക്കണ്ട, ഞാൻ ക്ലാസ്സൊക്കെ പിന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ക്ലാസ് കുറേ കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ ടീച്ചേഴ്സും അതെ, ഞാൻ പെട്ടെന്ന് ഒരുപാട് ക്യാമ്പ് വന്നതുകൊണ്ട് പഴയ പഠിച്ചതൊക്കെ മറന്നെങ്കിലും വീണ്ടും ക്ഷമയോടെ പറഞ്ഞു തന്ന ടീച്ചേഴ്സൊക്കെ ഒരുപാട് സപ്പോർട്ടീവായി നിന്നു കൂടെ. ഒരുപാട് തവണ പറഞ്ഞു തന്നു. പറഞ്ഞ കാര്യങ്ങൾ തന്നെ മറന്നതൊക്കെ വീണ്ടും റിക്കവർ ചെയ്തെടുത്തിട്ട് എനിക്ക് വേണ്ടി മാത്രം എക്സാം ഇങ്ങനെ നീട്ടി വെച്ചു. ബാക്കിയുള്ളവരുടെ എക്സാം കഴിഞ്ഞു. എൻ്റെ എക്സാം ഒരു 1.5 മാസം കഴിഞ്ഞിട്ടാണ്, കോഴ്സ് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് എനിക്ക് എക്സാം വെച്ചത്. നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ പറ്റി. ടീച്ചേഴ്സ് നല്ല ക്ഷമയും സ്നേഹവും എല്ലാം ഉള്ള ആൾക്കാരായതുകൊണ്ട് ഒരുപാട് തവണ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വന്നിരുന്നതുകൊണ്ട് ക്ഷീണം ഉണ്ടാവും. വർക്കിൻ്റെ ക്ഷീണം കാരണം എനിക്ക് തലവേദനയൊക്കെ ഉള്ള സ്ഥിതിക്ക് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും അവരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് ഈ ഇതിൻ്റെ വിമൻ പവറിൻ്റെ ഒരു ജോലി അവർ റെഡിയാക്കി തന്നു. ഞാനിപ്പോൾ സിന്ദൂറിൽ ടെക്സ്റ്റൈൽസിൽ കസ്റ്റമർ കെയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നു. ഏകദേശം 700-ന് പുറത്ത് ജിടെക്കിൻ്റെ സെൻറ്ററുകൾ ഉള്ളതുകൊണ്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ഒരു സംഭവമല്ല. പക്ഷെ അവർക്ക് തൊഴിൽ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മാർച്ച് 8-ന് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഈ വർഷം ഒരു ഡിസംബറോട് കൂടി തന്നെ ഇവർക്കൊക്കെ തന്നെ ജോലി നൽകി അതിനൊരു പ്ലേസ്മെൻ്റ് ആൽബം ഒക്കെ നമ്മൾ റിലീസ് ചെയ്യുന്ന രീതിയിലാണ് കഴിഞ്ഞ 2 വർഷം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് നമ്മൾ അതാത് ഏരിയയിലുള്ള സ്ഥാപനങ്ങളിൽ തന്നെ ഇവർക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. കാരണം നമുക്കറിയാം, ഒരു ജോലി എന്ന് പറയുന്നത് അവർക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഫ്രീഡം അവർക്ക് കൊടുക്കുകയാണ്. അതിലൂടെ തന്നെ അവർക്ക് കുടുംബത്തിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു വരുമാന സ്രോതസ്സായിട്ട് മാറാനും അവർക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വർഷം നമ്മൾ നല്ല രീതിയിൽ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ വർഷത്തെ നമ്മളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ റിയാസ് നിർവഹിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റായിട്ടാണ് അത് കാണുമെന്നുള്ളത് നമുക്കറിയാം. കാരണം സൊസൈറ്റിയുമായിട്ട് വളരെയധികം കമ്മിറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് ജിടെക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.